ആണ് പറയുന്നത്. അതിനൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനെ അടയിരുന്ന ആരാണെന്നറിയോ? ആൺപക്ഷിയാണ്. പെൺപക്ഷി മുട്ടയിടുകയും ആൺപക്ഷി ആ മുട്ടയുടെ മുകളിൽ അടയിരിക്കുകയും ചെയ്യും. 63 ദിവസമാണ് ആൺപക്ഷി ഈ മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നത്. 63 ദിവസം കഴിയുമ്പോൾ ഈ ആൺപക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തൂക്കത്തിന്റെ 45% നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ ആൺപക്ഷി തിരിച്ചറിയുകയാണ് തൻ്റെ കാലൊന്നിടറിക്കഴിഞ്ഞാൽ തലമുറകൾക്ക് കിട്ടേണ്ട അനുഗ്രഹമാണ് തൻ്റെ കാലൊന്നിടറുന്ന വഴി നഷ്ടപ്പെട്ടു പോകുന്നത്. തൻ്റെ കാലിൻ്റെ അടിയിൽ അനുഗ്രഹം പതിയിരിക്കുന്നുണ്ട്. തൻ്റെ കാലൊന്ന് അറിയാതെ ഇളകിക്കഴിഞ്ഞാൽ, തൻ്റെ ശരീരത്തിന് ഭാരം ഒന്ന് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തലമുറകളുടെ ജീവനാണ് നഷ്ടമാകുന്നത് എന്ന് ഈ പെൻഗ്വിൻ പക്ഷി തിരിച്ചറിയുകയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കാലിനടിയിൽ ദൈവത്തിന്റെ അനുഗ്രഹം പതിയിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. എന്റെയും നിങ്ങളുടെയും കാലിന്റെ അടിയിൽ ദൈവത്തിന്റെ അനന്തമായ അനുഗ്രഹവും അഭിഷേകവും പതിയിരിക്കുന്നുണ്ട്. എന്നാൽ എന്റെ കാലൊന്നിടറിക്കഴിഞ്ഞാൽ തലമുറകൾക്ക് കിട്ടേണ്ട ദൈവത്തിന്റെ ജീവന നിന്റെ കാലിടറിയതുവഴി നഷ്ടപ്പെട്ടു പോകുന്നേ. ആദ്യ മാതാപിതാക്കളെ ദൈവം ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചു. ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്ത അനുഭവത്തെ നാം വിളിക്കും പറുദീസ അനുഭവം എന്ന്. ആദ്യം വിളിക്കുക അപ്പ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം അവിടെ കൂടെ നടന്നിരുന്നു. എപ്പോഴും ദൈവത്തോട് കൂടെ ഉലാത്തിയിരുന്നൊരു മക്കൾ. അങ്ങനെ അത്രമാത്രം വലിയ ആത്മീയ ബന്ധത്തിലായിരുന്നു ആദ്യ മാതാപിതാക്കൾ അവിടെ വസിച്ചിരുന്നത്. ആദ്യ മാതാപിതാക്കൾ കിട്ടിയ അനുഭവത്തെ പറുദീസ അനുഭവം എന്ന് നാം വിളിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആദ്യ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമാണോ ദൈവം ഈ പറുദീസ അനുഭവം അവിടെ നൽകിയത്? അല്ല, മറിച്ച് തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചതായിരുന്നു ഈ പറുദീസ അനുഭവം. എന്നാൽ എന്താണ് സംഭവിച്ചത്? ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ തലമുറയ്ക്ക് കിട്ടേണ്ട അനുഗ്രഹവും പറുദീസ അനുഭവം അതോടുകൂടി നഷ്ടമായി പോവുകയാണ്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചെയ്യുന്ന പാപത്തിന്റെ പരിണത ഫലം ഞാൻ മാത്രമല്ല എന്റെ തലമുറ അനുഭവിക്കേണ്ടി വരും, എന്റെ കുടുംബം അനുഭവിക്കേണ്ടി വരും, എന്റെ തറവാട് അനുഭവിക്കേണ്ടി വരും, എന്റെ ദേശം തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് ഓരോ മക്കൾക്കും ഈ സമയം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പാപത്തിന് ഒരു പേഴ്സണൽ ഡയമെൻഷൻ മാത്രമല്ല, ഒരു സോഷ്യൽ ഡയമെൻഷനുമുണ്ട്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ദൈവം അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബ്രാഹാം, നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഏതാനും സമയത്തേക്ക്, ഏതാനും നാളുകളിലേക്ക് ഒഴുകുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ ദൈവം അബ്രാഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പിതൃഭവനത്തെയും നിന്റെ സ്വത്തുക്കളെയും ദേശത്തെയും എല്ലാം ഉപേക്ഷിച്ചിട്ടാ ഞാൻ കാണിച്ചു തരും ദേശത്തേക്ക് പോകാൻ പറഞ്ഞ്. എന്നാൽ അബ്രാഹം എന്താ ചെയ്തതെന്നറിയോ? തൻ്റെ കൂടെ അബ്രാഹം എടുത്തു തൻ്റെ സഹോദരൻ ലോത്തിനെ, വളർത്തുമൃഗങ്ങളെ, ഇടയന്മാരെ എല്ലാരെയും കൂട്ടിയിട്ടാ അബ്രാഹം പോകുന്നത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞതിന് വിപരീതമായി അബ്രാഹം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ നാം കാണുകയാണ്, അബ്രാഹത്തിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ ശണ്ട കൂടുന്നു. ഇതെന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നേ? നമ്മൾ ഓരോരുത്തരും ദൈവം പറഞ്ഞതിന് വിപരീതമായി നാം പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ എന്നും തീരാത്ത വഴക്കുകളും അതുപോലെ തന്നെ അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവം ആഗ്രഹിക്കാത്ത സമ്പത്ത്, ദൈവം ആഗ്രഹിക്കാത്ത കൂട്ടുകെട്ടുകളെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കൊണ്ടുപോയി നടക്കുന്നുണ്ടാവും ഉണ്ടെങ്കിൽ അത് തിരുത്തിയാൽ മാത്രമാണ് ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഈ 12-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്, അബ്രാഹും ലോത്തും തമ്മിൽ വേർപിരിയുന്നതായി കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്താണ് ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുകയും അഭിഷേകവും ചെയ്യുകയും ചെയ്യുന്നത്.
കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കാത്ത കൂട്ടുകെട്ട് ഉപേക്ഷിച്ചപ്പോഴാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകിയത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നാം കാണുകയാണ് ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ. ഇവിടെ ജെറീക്കോ പട്ടണത്തെ ആക്രമിക്കുവാനായി ഇസ്രായേൽക്കാർ പോവുകയാണ്. അവിടെ കൂടെ ദൈവമുണ്ട്. ദൈവം പറഞ്ഞു, നിങ്ങളത് ജെറീക്കോ പട്ടണം ആക്രമിച്ചോ, നിങ്ങൾ അതിൽ വിജയം വരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പോന്നു കഴിയുമ്പോൾ, ഈ യുദ്ധത്തിൽ വിജയിച്ച് പോരുമ്പോൾ അവിടെ പഴയ വസ്ത്രങ്ങൾ കാണും, പഴയ വസ്തുക്കൾ കാണും, TV, ഫ്രിഡ്ജ്, മിക്സി, എല്ലാ സാധനങ്ങളും അവിടെ കിടക്കുന്നുണ്ടാകും. ഒന്നും നീ എടുത്തോണ്ട് വരരുത്. ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, ആ യുദ്ധത്തിന് പോയാല് ആഗാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ ആഗാൻ എന്താ ചെയ്തെന്നറിയോ? യുദ്ധത്തിൽ വിജയിച്ച് തിരിച്ചു പോന്നപ്പോ അവൻ കുറെ പഴയ വസ്തുക്കളും പഴയ വസ്ത്രങ്ങളും അതുപോലെ കുറെ പഴയ വസ്തുക്കളും എല്ലാം വാരി വലിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് പോന്നത്. എന്നാ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചെന്നറിയോ? ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളിലും ഇസ്രായേൽക്കാർ പരാജയപ്പെടുകയാണ്. എന്താ കാര്യം മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് പുരോഹിതനായ ജോഷുവ അവിടെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇസ്രായേൽക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് പറയുക, എന്തോ ദൈവത്തിന് അപ്രീതി ജനിപ്പിക്കുന്ന എന്തോ നാം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് തിരുത്താൻ നാം തയ്യാറാവണം. ആഗാർ എന്ന് പറയുന്ന മനുഷ്യരുണ്ടല്ലോ, ഇവരുടെ മുമ്പിലേക്ക് കടന്നു വന്ന് പുരോഹിതനായ ജോഷുവയുടെ മുമ്പിൽ കൈകൊപ്പിട്ട് പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോ പഴയ വസ്തുക്കള് എല്ലാം വാരിക്കൊണ്ട ഞാൻ ഇങ്ങോട്ട് പോന്നെ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഇസ്രായേൽക്കാർ ഈ ആഗാൻ എന്ന് പറയുന്ന മനുഷ്യരെ കല്ലെറിഞ്ഞ് കൊന്നുവെന്ന ദൈവത്തിന്റെ തിരുവചനം അവിടെ ഓർമ്മിപ്പിക്കുന്നേ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്തു നോക്ക്. ആഗാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റ പാപം ചെയ്തുകൊണ്ട് പിന്നീടുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇസ്രായേൽക്കാർ പരാജയപ്പെടുകയാണ്. നീ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ പാപം ചെയ്യുന്ന വഴി നിന്റെ തറവാടിന് കിട്ടേണ്ട അനുഗ്രഹം, നിന്റെ ദേശത്തിന് കിട്ടേണ്ട അനുഗ്രഹമല്ലേ നിന്റെ പാപം വഴി നഷ്ടപ്പെട്ടു പോകുന്നേ എന്ന് നീ തിരിച്ചറിഞ്ഞോളും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ വഴികൾ വിട്ടുപേക്ഷിച്ച് നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായി തീരണം, ദേശത്തിന് അനുഗ്രഹമായി തീരണം. വീണ്ടും നാം കാണുന്നുണ്ട് 2 സാമുവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. ഇവിടെ കണ്ടുമുട്ടുകയാണ് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ, ദൈവം തെരഞ്ഞെടുത്തവൻ, അഭിഷേകം ചെയ്തവൻ, അഭിഷേക മുദ്ര കുത്തിയവനാ. ദാവീദിനെ കുറിച്ചാ പറയുന്നത്. അവനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു, പിന്നീട് ഒരിക്കലും കർത്താവിന്റെ ശക്തി അവനെ വിട്ടു പോകരുത് എന്ന്. എന്നാൽ ഈ ദാവീദ് തന്റെ ജീവിതത്തില് ഏക പാപം ചെയ്തുള്ളൂ. എന്താ ദാവീദ് ചെയ്ത പാപം? ഊറിയായുടെ ഭാര്യ ബേർശയെ പരിഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദാവീദ് ചെയ്ത ഒറ്റ പാപം ഊറിയായുടെ ഭാര്യ ബേർശയെ പരിഗ്രഹിച്ചു. എന്നാൽ എന്താണ് ദാവീദ് സംഭവിച്ചത്? ദാവീദിനോട് പറയുക പ്രിയപ്പെട്ടവരെ, പിന്നീട് ദാവീദിന്റെ രാജ്യം ചിന്ന ഭിന്നമായി, കുടുംബം തകർന്ന് തരിപ്പണമായി, മക്കള് ഇതാ തകർന്ന് തരിപ്പണമായി, എല്ലാ രീതിയിലും ദുരിതങ്ങളും അരക്ഷിതാവസ്ഥകളും ഈ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് നേരിടേണ്ടി വരികയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഓർത്തു നോക്ക്. നീ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ പാപനിമിത്തം ഒരുപക്ഷെ എന്തൊക്കെയാ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, കുടുംബത്തെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ കാണുകയാണ്. ദാവീദിന്റെ ഒരു മകനുണ്ട്, അവന്റെ പേരാ അബ്നോൻ, മകളുടെ പേരാ താമർ. എന്നാൽ ഈ അബ്നോൻ എന്ന് പറയുന്ന മകന് തന്റെ സഹോദരി താമറെ കാണുമ്പോ പാപം ചെയ്യാനുള്ള പ്രേരണ. എന്താ അപ്പൻ ചെയ്തത്? അപ്പൻ രഹസ്യത്തിൽ പട്ടാളക്കാരനായി ഊറിയായുടെ ഭാര്യ പരിഗ്രഹിച്ചുവെങ്കിൽ ഇതാ ഈ അബ്നോൻ എന്ന് പറയുന്ന മകന് തന്റെ സഹോദരി താമറിനെ കാണുമ്പോ പാപം ചെയ്യാനുള്ള പ്രേരണ. അപ്പൻ രഹസ്യത്തിൽ ചെയ്തുവെങ്കിൽ മക്കൾ ഇതാ പരസ്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇത് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുക. പല മാതാപിതാക്കളും തിരിച്ചറിഞ്ഞോ, മാതാപിതാക്കൾ
ആരും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ ചെയ്യുന്നുണ്ടാകാം. എന്നാ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ദുരന്ത ഫലമുണ്ടല്ലോ. നീ രഹസ്യം ചെയ്യുന്ന മുഴുവൻ നിന്റെ മക്കൾ പരസ്യമായി ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞോളും. ജോബിന്റെ പുസ്തകത്തിൽ നാം കാണുകയാണ്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, അവന്റെ ഭവനത്തിനും സമ്പത്തിനും വേലി കെട്ടി സംരക്ഷണത്തിന്റെ മുദ്ര വെച്ചു, അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു. പഴയ നിയമത്തിൽ ഹീബ്രു ഭാഷയിൽ പാപത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് ഹത്തായ്. ഹത്തായ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? സംരക്ഷണ മുദ്ര എന്നാണ് ഹത്തായ് എന്നുള്ള വാക്കിന് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ പാപം എന്ന വാക്കിനെ ഹത്തായ് എന്ന് പറയുമ്പോൾ അതിന് സംരക്ഷണ മുദ്രയാണ്. കണ്ടോ, ജോബ് പാപത്തിന്റെ വഴികൾ വിട്ടുപേക്ഷിച്ച് ദൈവത്തിന്റെ വഴിയിൽ മാത്രം സഞ്ചരിക്കുമ്പോൾ ദൈവമായ കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, അവന്റെ ഭവനത്തിനും സമ്പത്തിനും വേലി കെട്ടി സംരക്ഷണത്തിന്റെ മുദ്ര വെച്ചു, അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സംരക്ഷണത്തിന്റെ മുദ്ര വെക്കുക, പ്രിയപ്പെട്ടവരെ, പാപത്തിന് വഴി വിട്ടുപേക്ഷിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുക. ഇന്ന് നീ പാപം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിന് കിട്ടേണ്ട, അതുപോലെ തന്നെ നിന്റെ സമ്പത്തിന് കിട്ടേണ്ട സംരക്ഷണത്തിന്റെ മുദ്ര വിട്ടുപോകുമെന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ജീൻ തെറാപ്പിയൊക്കെ ഒത്തിരിയേറെ വളർന്നിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ജീൻ തെറാപ്പിയില് അപ്പന്റെയും അമ്മയുടെയും അതേ വംശപാരമ്പര്യം തന്നെ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയാണല്ലോ. ചില കുടുംബത്തില് രോഗങ്ങൾ അപ്പനും അമ്മയ്ക്ക് രോഗമാണോ, അതുപോലെ തന്നെ മക്കൾക്കും രോഗത്തിന്റെ അവസ്ഥകള്. ശ്വാസം മുട്ട് കണ്ടിട്ടില്ലേ? അപ്പനും അമ്മയ്ക്കുണ്ട്, ഇതാ അടുത്ത തലമുറയിലേക്കും കൈമാറുന്നു. ഇതുപോലെ തന്നെ ചില കുടുംബത്തെ മദ്യപാനത്തിന്റെ ആസക്തി ഇതുപോലെ തന്നെ അടുത്ത തലമുറയിലേക്കും മക്കളിലേക്കും ഈ ആസക്തി കൈമാറുന്നു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ചില കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്നും വെറുപ്പും വൈരാഗ്യവും, എന്നും ചട്ടനിയന്മാർ തമ്മിൽ വഴക്ക്, മാതാപിതാക്കൾ തമ്മിൽ വഴക്ക്, ഇത് തന്നെ അടുത്ത തലമുറയിലേക്കും ഈ വംശ പാരമ്പര്യം കൈമാറുന്ന നാം കണ്ടിട്ടില്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ രോഗങ്ങളും അതുപോലുള്ള അവസ്ഥകളും കൈമാറുന്നതോടൊപ്പം പാപങ്ങളും നാം കൈമാറുന്നുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞോളും. നാം കാണുകയാണ് ന്യായാധിപന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് സാംസനെ തെരഞ്ഞെടുക്കുക. സാംസനെ തെരഞ്ഞെടുത്തപ്പോൾ സാംസന്റെ അമ്മയ്ക്ക് വ്യക്തമായ നിർദ്ദേശം അവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിന്നെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞ് കുടിക്കാൻ പാടില്ല, 2 ക്ഷൗരക്കത്തി അവന്റെ മേൽ വെക്കാനും പാടില്ല. ആ കുഞ്ഞ് ഒരു അജയ്യനായ കുഞ്ഞായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജന്മത്തിന് ജന്മം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 കാര്യങ്ങൾ അവളോട് പറഞ്ഞത്. വീഞ്ഞു കുടിക്കാൻ പാടില്ല, ക്ഷൗരക്കത്തി അവന്റെ മേൽ വെക്കാനും പാടില്ല. പ്രിയപ്പെട്ടവരെ, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അവർക്ക് വീഞ്ഞ് കുടിക്കുക എന്നത്. ഊണുമേശയിൽ എപ്പോഴും വീഞ്ഞ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ സ്ത്രീയോട് പറയുകയാണ്, ഇനി മുതൽ നീ വീഞ്ഞു കുടിക്കാൻ പാടില്ല, കാരണം അജയ്യനായൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, സാംസൺ എന്ന് പറയുന്ന അജയ്യനായൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നീ ജന്മം നൽകാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, 2 ക്ഷൗരക്കത്തി അവന്റെ മേൽ വെക്കാൻ പാടില്ല. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ചില കാര്യങ്ങളൊക്കെ നിഷിദ്ധമായിരുന്നു. അവളോട് പറഞ്ഞു, ക്ഷൗരക്കത്തി അവന്റെ മേൽ വെക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനന്തമായ അഭിഷേകവും കൃപയും നമ്മുടെ ജീവിതത്തിൽ ഒഴുകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ കത്തോലിക്ക പ്രബോധനങ്ങളില് 405-ാം ഖണ്ഡികയില് ഇങ്ങനെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യ പ്രകൃതിക്ക് ഏറ്റ ക്ഷതത്തിന്റെ അനന്തര ഫലങ്ങൾ മനുഷ്യനിൽ നിലനിൽക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യ പ്രകൃതിക്കേറ്റ ക്ഷതത്തിന്റെ അനന്തര ഫലങ്ങൾ മനുഷ്യനിൽ നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തലമുറയായി കൊണ്ടുപോയി നടക്കുന്ന
ചില പാപത്തിന്റെ അവസ്ഥ, ഇതൊക്കെ അടുത്ത തലമുറയിലേക്കും അവിടുന്ന് കൈമാറുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് നാം തിരിച്ചറിയണം. ആരെയും പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല അച്ഛൻ ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത്, മറിച്ച് നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവത്തിന് സാധിക്കുമെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യ മാതാപിതാക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധിയില്ലാത്ത ജന്മം നൽകിയ അവർ ഏദൻ തോട്ടത്തിന് പുറത്താക്കപ്പെട്ടു. പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ കുറ്റബോധം, ഒത്തിരിയേറെ പാപത്തിന്റെ ഭാരം, ഒത്തിരിയേറെ അപകർഷബോധം, ഇങ്ങനെ ഒരു നിസ്സംഗതയുടെ അവസ്ഥ, ഇങ്ങനെ ഒരു ദൈവികത ഇല്ലാത്ത നിമിഷങ്ങൾ, ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വായും കൂടി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ആ കുഞ്ഞിന്റെ പേരാണ് കായേൽ. എന്നാൽ ഈ കായേൽ ആരായി തീർന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കിക്കോ, വിശുദ്ധ ജന്മമല്ലാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ ആ കുഞ്ഞ് ഒരു കൊലപാതകയായി തീർന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കായേലിന്റെ പാപത്തിന്റെ ഫലം 7 ഇരട്ടിയെങ്കിൽ ലാമാക്കിന്റെ പാപത്തിന്റെ ഫലമോ 77 ഇരട്ടിയാണ് എന്ന് നീ തിരിച്ചറിയണം. കണ്ടോ പ്രിയപ്പെട്ടവരെ, കായേലിന്റെ പാപത്തിന്റെ ഫലം 7 ഇരട്ടിയാണെങ്കിൽ ലാമാക്കിന്റെ പാപത്തിന്റെ ഫലം 77 ഇരട്ടിയാണ് എന്ന് നീ തിരിച്ചറിയണം. കണ്ടോ, ഈ ആദോ ഹവ്വായും പാപത്തിന്റെ അവസ്ഥയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ് കായേലായി തീർന്നു, അവൻ കൊലപാതകയായി തീർന്നു. കായേലിന്റെ വംശപാരമ്പര്യ ലാമാക്കാവുമ്പോഴത്തേക്കും ഈ പാപത്തിന്റെ അനന്തര ഫലം 77 ഇരട്ടിയാണ് എന്ന് നാം ഓർക്കണം. വീണ്ടും നാം കാണുകയാണ് പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെയും സാറായുടെയും ജീവിതം. അബ്രാഹത്തെയും സാറായെ സംബന്ധിച്ചിടത്തോളം ഇവർ ദൈവത്തിന്റെ സന്നിധിയില് കുറ്റമറ്റ ജീവിതം നയിച്ച വ്യക്തികളായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ പാപം ചെയ്തിട്ടുള്ളൂ. ഈ സാറായെ സഹോദരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജാവിന് മുമ്പിൽ അവൻ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ അവന്റെ അടുത്ത തലമുറ ചെയ്യുന്ന കണ്ടില്ലേ? ഇസഹാക്ക്, റബേക്ക. ഈ റബേക്കയോട് ഇസഹാക്ക് പറഞ്ഞു, നോക്കിയേ, നീ സുന്ദരിയ, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ പറഞ്ഞേക്കണം ഇത് സഹോദരങ്ങളാണ് എന്ന്. കണ്ടോ പ്രിയപ്പെട്ടവരെ, അപ്പൻ എന്താണോ ചെയ്തത് അത് തന്നെ മക്കള് ചെയ്യുക. എന്നാ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്നു സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം പാപത്തിന്റെ വഴി വിട്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് എന്താ സംഭവിച്ച്? യേശു സക്കേവൂസിന്റെ ഭവനത്തെ കടന്നു എന്നുകൊണ്ട് പറഞ്ഞു, സക്കേവൂസ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. സക്കേവൂസ് തിരിച്ചു നടന്നപ്പോൾ കണ്ടോ, ഇന്ന് സക്കേവൂസിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്നല്ല കർത്താവ് പറഞ്ഞ്, മറിച്ച് ഇന്ന് ഈ കുടുംബത്തിന്റെ രക്ഷ കൈവന്നിരിക്കുന്നു. കണ്ടോ, സക്കേവൂസ് തിരിഞ്ഞപ്പോൾ സക്കേവൂസിന്റെ കുടുംബം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, തലമുറകൾക്കെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ ഒഴുകിയ. വീണ്ടും പരിശുദ്ധാമ്മയെ കുറിച്ച് പറയുന്നു, സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സകല തലമുറകൾക്കും ഭാഗ്യം ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം എനിക്ക് ഒരു വിശുദ്ധ ജന്മം തന്നത്. അതുകൊണ്ട് തന്നെ തലമുറകൾക്ക് അനുഗ്രഹമായി തീരാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും